വർഷം 1974. പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരയിലുള്ള കല്ലാർ വനമേഖല. ഇടതൂർന്ന ചോലമരങ്ങളും പകൽ പോലും സൂര്യപ്രകാശം നിലത്തെത്താത്തത്ര തിങ്ങി നിറഞ്ഞ ഈറ്റക്കാടുകളുമുള്ള പ്രദേശം. കാടെപ്പോഴും അതിൻ്റേതായ ഒരു താളത്തിലാണ് ചലിക്കുന്നത്. ഉണങ്ങിയ ഇലകൾ പൊഴിയുന്ന ശബ്ദവും ചീവീടുകളുടെ കരച്ചിലും അകലെ എവിടെയോ ഒഴുകുന്ന കാട്ടരുവിയുടെ നേർത്ത ഇരമ്പലും മാത്രമേ അവിടെ കേൾക്കാനുണ്ടാവൂ. അന്ന് നവംബർ മാസത്തിലെ ഒരു തണുത്ത സായാഹ്നമായിരുന്നു. കല്ലാർ അതിർത്തിയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് എനിക്ക് ആ സന്ദേശം ലഭിച്ചത്. രാവിലെ വനത്തിലേക്ക് കന്നുകാലികളെ മേയ്ക്കാൻ പോയ മാടൻ എന്ന നാട്ടുകാരനെ കാണാനില്ല. വൈകുന്നേരമായിട്ടും അയാൾ തിരിച്ചെത്തിയില്ലെങ്കിലും അയാൾ കൊണ്ടുപോയ പശുക്കൾ ഭയന്നോടി തൊഴുത്തിൽ തിരിച്ചെത്തിയിരുന്നു. അവയുടെ ശരീരമാകെ വള്ളിപ്പറപ്പുകളിൽ തട്ടിയുരഞ്ഞ പാടുകളുണ്ടായിരുന്നു. കാട്ടിലെന്തോ ഒരു വലിയ അപകടം സംഭവിച്ചിരിക്കുന്നുവെന്ന് ഗ്രാമീണർക്ക് ഉറപ്പായിരുന്നു. പിറ്റേ ദിവസം പുലർച്ചെ തന്നെ എൻ്റെ തോക്കും അത്യാവശ്യം സാധനങ്ങളും എടുത്ത് ഞാൻ കല്ലാറിലെത്തി. കാടിൻ്റെ സ്വഭാവം നന്നായി അറിയാവുന്ന 2 ഗ്രാമീണരെയും കൂട്ടി ഞാൻ മാടൻ സ്ഥിരമായി കന്നുകാലികളെ മേയ്ക്കാൻ പോകുന്ന പുൽമേടുകൾ ലക്ഷ്യമാക്കി നടന്നു. മഞ്ഞു വീണു കിടക്കുന്ന കാട്ടുപാത, പുല്ലുകളിൽ തങ്ങി നിൽക്കുന്ന മഞ്ഞുതുള്ളികൾ ഞങ്ങളുടെ വസ്ത്രങ്ങളെ നനച്ചു. ഏതാണ്ട് 2 കിലോമീറ്റർ ഉള്ളിലേക്ക് ചെന്നപ്പോൾ കാട്ടുപാതയ്ക്ക് അരികിലുള്ള ഒരു വലിയ ഈറ്റക്കാടിന് സമീപം നിരത്തെ മണ്ണ് വല്ലാതെ ഇളകിമറിഞ്ഞു കിടക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ കൈയുയർത്തി ഒപ്പമുണ്ടായിരുന്നവരെ തടഞ്ഞു. വളരെ സാവധാനം ആ ഇളകിയ മണ്ണിലേക്ക് ഞാൻ കുനിഞ്ചിരുന്നു. അതൊരു പോരാട്ടത്തിൻ്റെ ബാക്കിപത്രമായിരുന്നു. അവിടെ പുല്ലുകൾ പലയിടത്തും വല്ലാതെ ചതന്നിറഞ്ഞിട്ടുണ്ട്. ഉണങ്ങിയ ഇലകൾക്ക് മുകളിൽ കറുത്ത നിറത്തിൽ ഉണങ്ങിപ്പിടിച്ച ചോരപ്പാടുകൾ. അതിനടുത്തു തന്നെ ഈർപ്പമുള്ള മണ്ണിൽ വളരെ വ്യക്തമായ കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മൃഗത്തെ ട്രാക്ക് ചെയ്യുന്നതിൻ്റെ ആദ്യ പാഠം തുടങ്ങുന്നത് അതിൻ്റെ കാൽപ്പാടുകളിൽ നിന്നാണ്. ഞാൻ എൻ്റെ വിരലുകൾ കൊണ്ട് ആ കാൽപ്പാടുകളുടെ അളവെടുക്കാൻ ശ്രമിച്ചു. മുൻകാലുകളുടെ പാടുകൾക്ക് പൂർണ്ണമായ വട്ടമില്ലായിരുന്നു. ഒരല്പം നീളമുള്ള ആകൃതിയായിരുന്നു അത്. അതായത് അതൊരു ആൺകടുവയല്ല, മറിച്ച് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു പെൺകടുവയാണ്. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് അതല്ല. 4 കാൽപ്പാടുകളിൽ ഇടത്തെ മുൻകാലിൻ്റെ പടാട് മാത്രം മണ്ണിൽ പൂർണ്ണമായി പതിഞ്ചിരുന്നില്ല. അതിലെ വിരലുകളുടെ അകലം സാധാരണയിൽ കൂടുതലായിരുന്നു. കാൽ നിലത്തമർത്തുമ്പോൾ ഭാരം കൊടുക്കാൻ കഴിയാത്ത വിധം ആ കടുവയുടെ ഇടത്തെ മുൻകാലിന് എന്തോ വലിയ പരിക്കുണ്ട്. ഒരൽപ്പം മുടന്തിയാണ് അവൾ നടക്കുന്നത്. ഇരയെ കൊന്ന ശേഷം കാടിൻ്റെ ഉള്ളിലേക്ക് വലിച്ചരിച്ചു കൊണ്ടുപോയതിൻ്റെ പാടുകൾ അവിടെ നിന്നും തുടങ്ങുന്നുണ്ടായിരുന്നു. വള്ളിപ്പറപ്പുകൾ വകഞ്ഞുമാറ്റി തകർന്ന പുൽക്കൊടികളിലൂടെ ചോര വീണ വഴി വളരെ വ്യക്തമായിരുന്നു. മനുഷ്യ ശരീരത്തിൻ്റെ ഭാരം കാരണം നിലത്തെ ഇലകൾ പൂർണ്ണമായും തൂത്തുമാറ്റപ്പെട്ടതുപോലെയാണ് ആ വഴി കിടന്നിരുന്നത്. ഞങ്ങൾ തോക്ക് തയ്യാറാക്കി പിടിച്ച് ആ പാടുകൾ പിന്തുടർന്നു നടക്കാൻ തുടങ്ങി. കാട് കൂടുതൽ നിശബ്ദമാകുന്നത് പോലെ തോന്നി. പെട്ടെന്ന് ഞങ്ങൾക്ക് മുകളിലെ വലിയ മരക്കൊമ്പുകൾക്കിടയിൽ നിന്നും കാടിനെ നടുക്കിക്കൊണ്ട് ഒരു അപായ സൂചന മുഴങ്ങി. കോക്ക് കോക്ക്. ഒരു കരിങ്കുരങ്ങിൻ്റെ ശബ്ദമായിരുന്നു അത്. കാട്ടിൽ വന്യമൃഗങ്ങളെ ട്രാക്ക് ചെയ്യുമ്പോൾ ഏറ്റവും വിശ്വസനീയമായ കാവൽക്കാർ മരത്തിന് മുകളിലിരിക്കുന്ന ഈ കുരങ്ങന്മാരാണ്. കടുവയോ പുലിയോ താഴെ നടന്നു പോകുന്നത് കണ്ടാൽ അവ മരക്കൊമ്പുകൾ കുലുക്കി ഈ വലിയ ശബ്ദം പുറപ്പെടുവിക്കും. ആ കരിങ്കുരങ്ങ് നോക്കിയിരുന്ന ദിശയിലേക്ക് ഞാൻ കണ്ണുകൾ പായിച്ചു. അത് താഴെ ഞങ്ങൾക്ക് മുൻപിലുള്ള ഇടതൂർന്ന കാട്ടിലേക്കാണ് നോക്കി ശബ്ദമുണ്ടാക്കുന്നത്. കടുവ എങ്ങോട്ടും പോയിട്ടില്ല. ഇരയെ വലിച്ചുകൊണ്ടുപോയി ഞങ്ങൾക്ക് തൊട്ടു മുന്നിൽ എവിടെയോ അവൾ വിശ്രമിക്കുന്നുണ്ട്. കാടിൻ്റെ ഇരുട്ടിലിരുന്ന് ആ പെൺകടുവ ഞങ്ങളുടെ ഓരോ ചുവടുവെപ്പും കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കരിങ്കുരങ്ങിൻ്റെ അപായ സൂചന കുറച്ചു നേരത്തേക്ക് കൂടി കാട്ടിൽ മുഴങ്ങിക്കേട്ടു. ശേഷം കാട് വീണ്ടും വലിയൊരു നിശബ്ദതയിലേക്ക് വഴുതി വീണു. കുരങ്ങ് വേറൊരു മരത്തിലേക്ക് ചാരിപ്പോയതാകാം, അല്ലെങ്കിൽ കടുവ അവിടെ നിന്നും പതുക്കെ ഇഴഞ്ഞു മാറിയതാകാം. കാറ്റിൻ്റെ ദിശ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. ഞങ്ങളുടെ ഗന്ധം കടുവയിലേക്ക് എത്താതിരിക്കാൻ കാറ്റ് സഹായിച്ചു. ചോരപ്പാടുകൾ പിന്തുടർന്ന് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു. ഏതാണ്ട് 50 മീറ്റർ പിന്നിട്ടപ്പോൾ വായുവിൽ നേരിയൊരു ഗന്ധം അനുഭവപ്പെടാൻ തുടങ്ങി. പുതുരക്തത്തിൻ്റെയും അഴുകിയ ഇലകളുടെയും ഗന്ധം. ഇരയെ ഒളിപ്പിച്ചു വെച്ച സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു. വലിയൊരു കൊങ്ങിണി പറപ്പിന് ലാൻഡാന ബഷ് കീഴിലായി ഉണങ്ങിയ ഇലകൾ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. കടുവകൾ ഇരയെ പിടിച്ചാൽ ഒറ്റയടിക്ക് തിന്നു തീർക്കാറില്ല. ബാക്കി വരുന്ന മാംസം
കഴുകന്മാരോ കുറുക്കന്മാരോ എടുക്കാതിരിക്കാൻ ഇലകളും മണ്ണും ഉപയോഗിച്ച് മൂടിവെക്കുന്നത് അവയുടെ സ്വാഭാവികമായ ശീലമാണ്. ഞങ്ങൾ വളരെ സൂക്ഷ്മമായി ആ പടർപ്പിനടുത്തേക്ക് ചെന്നു. അവിടെ ഇലകൾക്കിടയിൽ മാടൻ്റെ ശരീരത്തിൻ്റെ ബാക്കി പത്രങ്ങൾ കിടപ്പുണ്ടായിരുന്നു. ഒരു വേട്ടക്കാരനെ സംബന്ധിച്ച് ഇതൊരു സാധാരണ കാഴ്ചയാണെങ്കിലും കൂടെയുണ്ടായിരുന്ന ഗ്രാമീണർക്ക് അത് വലിയൊരു ആഘാതമായിരുന്നു. ഞാൻ അവരോട് ശബ്ദമുണ്ടാക്കാതെ നിൽക്കാൻ ആംഗ്യം കാണിച്ചു. ആ കൊങ്ങിണിപ്പടർപ്പിന് ചുറ്റുമുള്ള മണ്ണ് ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ഇരയെ തിന്ന ശേഷം കടുവ അവിടെ തന്നെ കുറച്ചുനേരം വിശ്രമിച്ചിട്ടുണ്ട്. അവളുടെ ശരീരത്തിൻ്റെ അടയാളം ആ നനഞ്ഞ മണ്ണിൽ കൃത്യമായി പതിഞ്ഞിരുന്നു. അപ്പോഴാണ് നിലത്തെ ഇലകൾക്കിടയിൽ കിടക്കുന്ന ഒരു ചെറിയ വസ്തു എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കറുപ്പും വെളുപ്പും കലർന്ന ചെറിയൊരു മരക്കമ്പ് പോലെയുള്ള സാധ. ഞാൻ കുനിഞ്ഞതെടുത്തു. അതൊരു മുള്ളൻ പന്നിയുടെ മുള്ളായിരുന്നു. അതിലുണങ്ങിയ ചോരയും നേരിയ പഴുപ്പും പറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഒരൊറ്റ മുള്ള് ആ പെൺകടുവയുടെ ജീവിതത്തിലെ വലിയൊരു ദുരന്തകഥ എന്നോട് വിളിച്ചു പറഞ്ഞു. കാൽപ്പാടുകളിൽ ഞാൻ കണ്ട ആ വൈകല്യത്തിൻ്റെ യഥാർത്ഥ കാരണം അതാണ്. ഇരുകാലികളുമില്ലാത്ത അവസ്ഥയിലോ അല്ലെങ്കിൽ കൊടിയ പട്ടിണിയിലോ കാട്ടിലെ മറ്റു മൃഗങ്ങളെ കിട്ടാതെ വരുമ്പോഴാണ് കടുവകൾ സാധാരണയായി മുള്ളൻ പന്നിയെ ആക്രമിക്കാൻ മുതിരുക. മുള്ളൻ പന്നിയെ മുൻകാൽ വെച്ച് അടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ കൂർത്ത മുള്ളുകൾ കടുവയുടെ പാദങ്ങളിൽ ആഴത്തിൽ തറഞ്ഞുകയറും. മനുഷ്യനെപ്പോലെ കൈകൾ ഉപയോഗിച്ച് ആ മുള്ളുകൾ വലിച്ചൂരാൻ മൃഗങ്ങൾക്ക് കഴിയില്ല. പാദത്തിനുള്ളിൽ ഒടിഞ്ഞിരിക്കുന്ന ആ മുള്ളുകൾ കാരണം അവൾക്ക് പിന്നീട് സാധാരണഗതിയിൽ നടക്കാനോ ഓടാനോ കഴിഞ്ഞിട്ടുണ്ടാകില്ല. മുറിവ് പഴുത്ത് വ്രണമായി മാറിയപ്പോൾ വേഗത്തിലോടുന്ന കേരമാനെയോ കാട്ടുപന്നിയെയോ വേട്ടയാടുക എന്നത് അവൾക്ക് അസാധ്യമായി മാറി. ഒടുവിൽ ജീവൻ നിലനിർത്താൻ വേണ്ടി കാട്ടിൽ എളുപ്പത്തിൽ പിടിക്കാൻ കഴിയുന്ന ഒട്ടും വേഗതയില്ലാത്ത മനുഷ്യനിലേക്കും കന്നുകാലികളിലേക്കും അവൾ തിരിയുകയായിരുന്നു. ഇത് കേവലം ഒരു നരഭോജിയല്ല, മറിച്ച് പ്രകൃതിയുടെ ക്രൂരമായ നിയമങ്ങളിൽപ്പെട്ട് നരകിക്കുന്ന ഒരു പാവം മൃഗമാണ്. സമയം വൈകുന്നേരം 4 മണി കഴിഞ്ഞിരുന്നു. സൂര്യൻ പശ്ചിമഘട്ടത്തിൻ്റെ മലനിരകൾക്ക് പിന്നിലേക്ക് മറയാൻ തുടങ്ങുകയാണ്. ഇരുട്ട് വീഴുന്നതിന് മുൻപ് കടുവ ഇരയുടെ ബാക്കി കഴിക്കാൻ തീർച്ചയായും ഇവിടേക്ക് തിരിച്ചു വരും. എനിക്ക് അതിനു മുൻപ് തയ്യാറെടുപ്പുകൾ നടത്തണം. ഇരയെ ഒളിപ്പിച്ചു വെച്ച സ്ഥലത്തിന് കൃത്യം മുകളിലായി നിൽക്കുന്ന വലിയൊരു അത്തിമരം ഞാൻ തിരഞ്ഞെടുത്തു. കടുവയെ വേട്ടയാടുമ്പോൾ നിരത്ത് കാത്തിരിക്കുന്നത് ആത്മഹത്യയാണ്. മരത്തിന് മുകളിൽ ഏതാണ്ട് 15 അടി ഉയരത്തിൽ ശാഖകൾക്കിടയിലായി ഗ്രാമീണരുടെ സഹായത്തോടെ ഞാനൊരു ഏറുമാടം കെട്ടിയുണ്ടാക്കി. ശബ്ദമുണ്ടാകാതിരിക്കാൻ ഉണങ്ങിയ കമ്പുകൾ ഒഴിവാക്കി പച്ചിലകളും ചെറിയ കൊമ്പുകളും ഉപയോഗിച്ചാണ് അത് തയ്യാറാക്കിയത്. സൂര്യപ്രകാശം കാട്ടിൽ നിന്നും പൂർണ്ണമായും മാഞ്ഞു. ഗ്രാമീണർ രാത്രി കാട്ടിൽ നിൽക്കുന്നത് സുരക്ഷിതമല്ലാത്തതുകൊണ്ട് ഞാൻ അവരോട് ഗ്രാമത്തിലേക്ക് മടങ്ങാൻ നിർദ്ദേശിച്ചു. അവർ നടന്നുപോയ കാൽപ്പെരുമാറ്റം കാട്ടിലെലിഞ്ഞതോടെ കല്ലാർ വനം എന്നെ പൂർണ്ണമായും ഇരുട്ടിലേക്ക് വരവേറ്റു. എൻ്റെ കയ്യിലുള്ള ഡബിൾ ബാരൽ തോക്കിൽ വെടിയുണ്ടകൾ നിറച്ച് ഞാൻ ആ ഏറുമാടത്തിൽ അനങ്ങാതെയിരുന്നു. കാട്ടിലെ താപനില വേഗത്തിൽ കുറയാൻ തുടങ്ങി. ചുറ്റും കനത്ത ഇരുട്ട് മാത്രം. വെളിച്ചത്തിനായി എൻ്റെ കയ്യിലുള്ളത് തോക്കിൻ്റെ ബാരലിനോട് ചേർത്ത് കെട്ടിവെച്ച ചെറിയൊരു ടോർച്ച് മാത്രമാണ്. ഇരുട്ടിൽ കടുവയ്ക്ക് മനുഷ്യനേക്കാൾ 10 മടങ്ങ് കാഴ്ചശക്തിയുണ്ട്. ഇനി വരാനിരിക്കുന്നത് കാത്തിരിപ്പിൻ്റെയും നിശബ്ദതയുടെയും വലിയൊരു രാത്രിയാണ്. അമാവാസി രാത്രി ആയതുകൊണ്ട് തന്നെ കാട്ടിൽ കൂരിരുട്ടായിരുന്നു. എൻ്റെ കൈവിരലുകൾ പോലും എനിക്ക് കാണാൻ കഴിയാത്ത അത്രയും കനത്ത ഇരുട്ട്. ഏറുമാടത്തിലെ കാത്തിരിപ്പ് ഒരു വേട്ടക്കാരനെ സംബന്ധിച്ച് മാനസികമായും ശാരീരികമായും വലിയൊരു പരീക്ഷണമാണ്. എത്ര കൊതുകുകൾ കടിച്ചു കീറിയാലും കാലുകളിൽ തരിപ്പ് കയറിയാലും ഒരൽപ്പം പോലും അനങ്ങാൻ പാടില്ല. ഉണങ്ങിയ ഇലകളുടെ മുകളിലിരിക്കുന്ന ഒരു പക്ഷിയുടെ നേർത്ത ശബ്ദം പോലും കടുവയുടെ ചെവികളിൽ വലിയ അപായ സൂചനയായി മാറും. രാത്രി 10 മണി കഴിഞ്ഞിട്ടുണ്ടാകാം. മരവിപ്പിക്കുന്ന തണുപ്പ് കാട്ടിലേക്ക് ഇറങ്ങി തുടങ്ങിയിരുന്നു. താഴെ കൊങ്ങിണിപ്പറപ്പിന് ചുറ്റുമുള്ള ചീവീടുകൾ വലിയ ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ടിരുന്നു. ഒരു മൂങ്ങ ഏതോ മരക്കൊമ്പിലിരുന്ന് ഇടവിട്ട് ശബ്ദമുണ്ടാക്കുന്നുണ്ട്. ഞാൻ തോക്കുമടിയിൽ വെച്ച് കണ്ണുകൾ പതുക്കെ അടച്ച് ആ ശബ്ദങ്ങളിലേക്ക് മാത്രം ചെവിയോർത്തു നിന്നു. ഇരുട്ടിൽ കണ്ണുകളേക്കാൾ കൂടുതൽ കാതുകളെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. പെട്ടെന്ന് എൻ്റെ ഏറുമാടത്തിന് താഴെയുള്ള ചീവീടുകളുടെ കരച്ചിൽ ഒന്നൊന്നായി നിലച്ചു. സെക്കൻഡുകൾക്കുള്ളിൽ കാട് പൂർണ്ണമായും ശ്വാസമടക്കി പിടിച്ചതുപോലെയുള്ള വല്ലാത്തൊരു നിശബ്ദത. അവൾ എത്തിയിരിക്കുന്നു. എൻ്റെ ഹൃദയമിടിപ്പ് വേഗത്തിലായി.
ഞാൻ വളരെ സാവധാനം കണ്ണുകൾ തുറന്നു. ഇരുട്ടിലേക്ക് തുളച്ചു കയറാൻ ശ്രമിച്ചെങ്കിലും ഒന്നും കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ താഴെ എവിടെയോ ഒരു സാന്നിധ്യമുണ്ടെന്ന് എൻ്റെ നായാട്ടുബുദ്ധി എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. കടുവകൾ ഒരിക്കലും തങ്ങൾ പാതി തിന്നു തീർത്ത ഇരയുടെ അടുത്തേക്ക് നേരിട്ട് നടന്നു വരില്ല. അവ വളരെ നേരം ഇരുട്ടിൽ പതുങ്ങി നിന്ന് ചുറ്റുപാടും നിരീക്ഷിച്ച് മറ്റ് അപകടങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഇരയ്ക്ക് അടുത്തേക്ക് വരൂ. മിനിറ്റുകൾ വീണ്ടും കൊഴിഞ്ഞുപോയി. പെട്ടെന്ന് താഴെ ഉണങ്ങിയ ഇലകൾക്ക് മുകളിലൂടെ വളവള നേർത്തൊരു കാൽപെരുമാറ്റം ഞാൻ കേട്ടു. സ്വിഷ് സ്വിഷ്. ഒരു പൂച്ച നടന്നു പോകുന്നതിനേക്കാൾ ശബ്ദം കുറവായിരുന്നു അതിന്. അവൾ ഇരകിടക്കുന്ന കൊങ്ങിണിപ്പടർപ്പിന് ചുറ്റും ഒരു വൃത്തത്തിൽ കറങ്ങുകയാണ്. ഓരോ ചുവടുവെപ്പിലും വായുവിലെ ഗന്ധം വലിച്ചെടുത്ത് അവൾ പരിസരം നിരീക്ഷിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ഗന്ധം അവൾക്ക് കിട്ടാതിരിക്കാനാണ് ഞാൻ 15 അടി മുകളിൽ ഏറുമാറം കിട്ടിയത്. താഴെ മണ്ണിൽ നിൽക്കുന്ന വേട്ടക്കാരൻ്റെ ഗന്ധം കാറ്റിലൂടെ എളുപ്പത്തിൽ പരക്കും. എന്നാൽ മുകളിലിരിക്കുമ്പോൾ ആ ഗന്ധം പെട്ടെന്ന് താഴേക്കെത്തില്ല. അവൾ ചുറ്റിയടിക്കുന്നത് നിർത്തി. കാൽപെരുമാറ്റത്തിൻ്റെ ശബ്ദം കൃത്യം ആ കൊങ്ങിണിപ്പടർപ്പിനരിയിലായി അവസാനിച്ചു. ഒരു ഘനമുള്ള ശ്വാസോച്ഛ്വാസത്തിന് ശബ്ദം താഴെ നിന്നും കേൾക്കാം. അവൾ ഇരയുടെ മേൽ ഇട്ടിരുന്ന ഇലകൾ മുൻകാൽ വെച്ച് പതുക്കെ മാറ്റുകയാണ്. ഞാൻ വളരെ സാവധാനം എൻ്റെ തോക്ക് താഴേക്ക് ലക്ഷ്യം വെച്ചു. തോക്കിൻ്റെ ബാരലിൽ ഘടിപ്പിച്ചിട്ടുള്ള ടോർച്ചിൻ്റെ സ്വിച്ചിൽ ഞാൻ വിരലമർത്തി. വെളിച്ചം വീരുമ്പോൾ കടുവയുടെ കണ്ണുകൾ തിളങ്ങും. ആ തിളങ്ങുന്ന കണ്ണുകൾക്കിടയിലുള്ള നെറ്റിത്തരം നോക്കി വെടിവെക്കണം. വെളിച്ചം കണ്ടയുടനെ കടുവ പെട്ടെന്നൊന്ന് പകച്ചു നിൽക്കും. ആ കിട്ടുന്ന 2 സെക്കൻഡുകൾക്കുള്ളിൽ വെടിയുതിർത്തിരിക്കണം. ഇല്ലെങ്കിൽ അവൾ ഒറ്റ കുതിപ്പിന് ഇരുട്ടിലേക്ക് മറയും. ഞാൻ ശ്വാസമടക്കി പിടിച്ച് ടോർച്ച് ഓൺ ചെയ്യാൻ തയ്യാറെടുത്തു. എന്നാൽ ആ നിമിഷത്തിൽ അപ്രതീക്ഷിതമായി കാറ്റിൻ്റെ ദിശ മാറി വീശി. എൻ്റെ പുറകിൽ നിന്നും മുൻപോട്ടേക്ക് വീശിയ കാറ്റ് മുകളിലിരുന്ന എൻ്റെ ഗന്ധം കൃത്യമായി താഴെ നിൽക്കുന്ന അവളുടെ മൂക്കിലേക്ക് എത്തിച്ചു. താഴെ ഇലകൾ മാറ്റിക്കൊണ്ടിരുന്ന ആ ശബ്ദം പെട്ടെന്ന് നിന്നു. അവൾക്ക് അപകടം മണത്തു. ഒരു താഴ്ന്ന അടർച്ചയോടെ ലോ ഗ്രൗൾ അവൾ പുറകോട്ട് മാറുന്ന ശബ്ദം ഞാൻ കേട്ടു. ഞാൻ ഉടൻ തന്നെ ടോർച്ചിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തു. മഞ്ഞ വെളിച്ചം ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് താഴെ കൊങ്ങിണിപ്പടർപ്പിലേക്ക് വീണു. വെവെളിച്ചം ചെന്നു വീണ ഇടത്ത് എന്നെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് 2 പച്ചക്കണ്ണുകൾ തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ ഇരയുടെ അടുത്തായിരുന്നില്ല, മറിച്ച് അവിടെ നിന്നും മാറി ഞാനിരിക്കുന്ന അത്തിമരത്തിൻ്റെ കൃത്യം ചുവട്ടിലായി മുകളിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. കാറ്റിലൂടെ വന്ന ഗന്ധം എവിടെ നിന്നാണെന്ന് അവൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. എൻ്റെ തോക്കിൻ്റെ ഉന്നം അവൾക്ക് നേരെ തിരിക്കുന്നതിന് മുൻപേ വെളിച്ചം കണ്ണിലടിച്ചതും അവൾ വലിയൊരു ഗർജനത്തോടെ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നും അപ്രത്യക്ഷമായി. ടോർച്ചിൻ്റെ മഞ്ഞ വെളിച്ചം ചെന്ന് വീണത് കൊടുമിരുട്ടിലേക്ക് മാത്രമായിരുന്നു. സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ അവൾ എൻ്റെ കാഴ്ചവട്ടത്തു നിന്നും പൂർണ്ണമായും മറഞ്ഞു കഴിഞ്ഞിരുന്നു. ഞാൻ ടോർച്ച് ചുറ്റുമുള്ള വള്ളിപ്പടർപ്പുകളിലേക്കും ഈറ്റക്കാടുകളിലേക്കും വേഗത്തിൽ പായിച്ചു നോക്കിയെങ്കിലും ഒരില പോലും അനങ്ങുന്നുണ്ടായിരുന്നില്ല. ഇത്രയും വലിയൊരു ശരീരം ഉണങ്ങിയ ഇലകൾ നിറഞ്ഞ ആ കാട്ടിലൂടെ യാതൊരു ശബ്ദവുമില്ലാതെ എങ്ങനെയാണ് ഒരൊറ്റ നിമിഷം കൊണ്ട് അപ്രത്യക്ഷമായത് എന്നത് മനുഷ്യൻ്റെ യുക്തിക്ക് പിടികിട്ടാത്ത കാര്യമാണ്. ഞാൻ വെളിച്ചമണച്ചു. വീണ്ടും കനത്ത ഇരുട്ട്. കാറ്റിപ്പോഴും എൻ്റെ ദിശയിൽ നിന്നും താഴേക്കാണ് വീശിക്കൊണ്ടിരുന്നത്. എൻ്റെ ഗന്ധം അവൾക്ക് കൃത്യമായി ലഭിച്ചതുകൊണ്ട് അവൾ ഇനി ഒരിക്കലും ആ ഇരയ്ക്ക് അടുത്തേക്ക് വരില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കടുവകൾക്ക് മനുഷ്യരെ വലിയ ഭയമാണ്. വെളിച്ചം കൂടി കണ്ടതോടെ അവൾ കാടിൻ്റെ കൂടുതൽ ഉള്ളിലേക്ക് ഓടി മറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതി. എന്നാൽ ബാക്കിയുള്ള രാത്രി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു. മരവിപ്പിക്കുന്ന തണുപ്പും ഭയവും കാരണം ഒന്ന് കണ്ണടയ്ക്കാൻ പോലും കഴിഞ്ഞില്ല. താഴെ ഇരുട്ടിൽ എന്തൊക്കെയോ ചെറിയ ശബ്ദങ്ങൾ ഇടയ്ക്കിടെ ഞാൻ കേട്ടു. ഒരുപക്ഷെ കാറ്റിലുണങ്ങിയ ഇലകൾ അനങ്ങുന്നതാകാം, അല്ലെങ്കിൽ എൻ്റെ ഭയം കാരണം എനിക്ക് തോന്നുന്നതാകാം. തോക്ക് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ രാത്രി മുഴുവൻ ഞാൻ ഏറുമാടത്തിൽ തന്നെയിരുന്നു. ഒടുവിൽ കിഴക്ക് വെള്ളകീറാൻ തുടങ്ങി. പ്രഭാതത്തിൻ്റെ നേർത്ത വെളിച്ചം ചോരമരങ്ങൾക്കിടയിലൂടെ അരിച്ചെത്തി. കാട്ടുകോഴികളുടെയും പക്ഷികളുടെയും ശബ്ദം കാട്ടിൽ മുഴങ്ങി തുടങ്ങിയതോടെയാണ് എൻ്റെ ശ്വാസം നേരെ വീണത്. വെളിച്ചം പൂർണ്ണമായും പരന്നതിന് ശേഷം ഞാൻ തോക്കും പിടിച്ച് വളരെ സൂക്ഷ്മമായി മരത്തിൽ നിന്നും താഴേക്കിറങ്ങി. താഴെ എത്തിയ ഉടനെ ഞാൻ രാത്രി കടുവ നിന്ന സ്ഥലത്തെ മണ്ണ് പരിശോധിച്ചു. അവിടെ ഉണങ്ങിയ ഇലകൾ വല്ലാതെ വകഞ്ഞു മാറ്റപ്പെട്ടിരുന്നു. ഞാൻ ടോർച്ചടിച്ചപ്പോൾ
അവൾ നിന്ന നിലപാടിലെ കാൽപ്പാടുകൾ വളരെ വ്യക്തമായിരുന്നു. അവിടെ നിന്നും അവൾ പോയ വഴിയെ ഞാൻ പതുക്കെ നടന്നു. എന്നാൽ കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ ആ കാൽപ്പാടുകൾ കാടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതിന് പകരം വലിയൊരു വളവെടുത്ത് തിരികെ ഞാനിരുന്ന അത്തിമരത്തിനടുത്തേക്ക് തന്നെ വരുന്നത് ഞാൻ കണ്ടു. എൻ്റെ നെഞ്ചിടിപ്പ് നിന്നുപോയി. അവൾ രാത്രി ഓടിപ്പോയിരുന്നില്ല. ടോർച്ചിൻ്റെ വെളിച്ചം കണ്ടപ്പോൾ പതുങ്ങി മാറിയ അവൾ ആ ഇരുട്ടിൽ എനിക്ക് കാണാൻ കഴിയാത്ത ദൂരത്തിൽ മാറി നിൽക്കുകയായിരുന്നു. ഞാൻ വെളിച്ചമണച്ചതിന് ശേഷം അവൾ തിരികെ വരികയും ഏറുമാടം കെട്ടിയ മരത്തിനു ചുറ്റും മണിക്കൂറുകളോളം നടക്കുകയും ചെയ്തിട്ടുണ്ട്. മണ്ണിലെ കാൽപ്പാടുകൾ അത് കൃത്യമായി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഏറ്റവും ഭയാനകമായ കാഴ്ച അതായിരുന്നില്ല. ഞാനിരുന്ന അത്തിമരത്തിൻ്റെ തായ്തടിയിൽ നിലത്തുനിന്നും ഏതാണ്ട് 8 അടി ഉയരത്തിലായി പുതിയതായി പതിഞ്ഞ വലിയ നഖപ്പാടുകൾ ഉണ്ടായിരുന്നു. മരത്തൊലി കീറിപ്പോയിട്ടുണ്ട്. അവൾ പിൻകാലുകളിൽ എഴുന്നേറ്റ് നിന്ന് മരത്തിലേക്ക് കയറാൻ ശ്രമിച്ചതിൻ്റെയോ അല്ലെങ്കിൽ തൻ്റെ ഇര മുകളിലാണെന്ന് തിരിച്ചറിഞ്ഞ് മരത്തടിയിൽ മാന്തിയതിൻ്റെയോ പാടുകളാണത്. രാത്രി ഞാൻ കേട്ട ആ നേർത്ത ശബ്ദങ്ങൾ കാറ്റിൻ്റേതായിരുന്നില്ല. അവൾ എനിക്ക് തൊട്ടു താഴെ ഉണ്ടായിരുന്നു. മനുഷ്യൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ അവൾ എന്നെ വേട്ടയാടാൻ തീരുമാനിച്ചിരുന്നു. ഏറുമാടം കുറച്ചുകൂടി താഴെയായിരുന്നെങ്കിൽ അവൾ ഒരുപക്ഷെ മുകളിലേക്ക് കുതിച്ചു ചാടിയേനെ. വേട്ടക്കാരൻ ഇവിടെ ഇരയായി മാറുന്ന അവസ്ഥ. ശാസ്ത്രീയമായി ചിന്തിച്ചാൽ മുൻകാലിലെ മുള്ളൻപന്നിയുടെ മുള്ള് കാരണം അവൾക്ക് മരത്തിൽ കയറാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാകാം അവൾ ശ്രമം ഉപേക്ഷിച്ച് പുലർച്ചെയോടെ അവിടുന്ന് മടങ്ങിയത്. ഞാൻ കൊങ്ങിണി പടർപ്പിന് അടുത്തേക്ക് ചെന്നു. മാടൻ്റെ ശരീരഭാഗങ്ങൾ അവൾ തൊട്ടിട്ട് പോലുമില്ല. അവൾ ആ ഇരയെ പൂർണ്ണമായും ഉപേക്ഷിച്ചിരിക്കുന്നു. ഇനി അവൾ ഇവിടേക്ക് തിരിച്ചു വരില്ല എന്ന് എനിക്കുറപ്പായി. ഒരു വേട്ടക്കാരനെ സംബന്ധിച്ച് ഇതൊരു പരാജയമാണ്. ഇരയെ ഉപേക്ഷിച്ച കടുവയെ കാട്ടിൽ ഇനി എവിടെ പോയി കണ്ടുപിടിക്കാനാണ്? പക്ഷേ അവളെ ജീവനോടെ വിടുന്നത് ആ ഗ്രാമത്തിലുള്ളവരോട് ചെയ്യുന്ന വലിയൊരു ക്രൂരതയാകും. മുറിവേറ്റ പട്ടിണി കിടക്കുന്ന ഒരു പെൺകടുവ. അവൾക്ക് എളുപ്പത്തിൽ ഇരതേടാൻ കഴിയുന്നത് മനുഷ്യരുടെ അടുത്താണ്. പുതിയൊരു ഇരയെ തേടി അവൾ വേറൊരു ദിശയിലേക്ക് ഇതിനോടകം സഞ്ചരിച്ചു തുടങ്ങിയിട്ടുണ്ടാകും. അവളെ തടഞ്ഞേ മതിയാകൂ. അവൾ മടങ്ങിപ്പോയ കാൽപ്പാടുകൾ ഞാൻ പരിശോധിച്ചു. മുൻകാലിലെ വൈകല്യം കാരണം അവരുടെ ഇടത്തെ കാലിൻ്റെ പാട് മാത്രം മണ്ണിൽ ആഴത്തിൽ പതിഞ്ഞിട്ടില്ല. ആ ഒരൊറ്റ അടയാളം വെച്ച് ഈ വലിയ കാട്ടിലൂടെ അവളെ പിന്തുടരുക എന്നത് മാത്രമാണ് എൻ്റെ മുൻപിലുള്ള ഏക വഴി. കാടിൻ്റെ ഓരോ ഇലയിലും മണ്ണിലുമുള്ള സൂചനകൾ വെച്ച് ഒരു ജീവിയെ പിന്തുടരുന്ന ട്രാക്കിംഗ്. ഞാൻ തോക്കിലെ തിരകൾ പരിശോധിച്ച് വെള്ളവും അത്യാവശ്യം സാധനങ്ങളും അടങ്ങിയ സഞ്ചി തോളിലിട്ടു. ആ വ്രണമുള്ള കാൽപ്പാടുകൾ നോക്കി കാടിൻ്റെ ഏറ്റവും ഇരുണ്ട ഭാഗത്തേക്ക് ഞാൻ നടക്കാൻ തുടങ്ങി. ഒരു കാടിൻ്റെ വലിപ്പവും നിഗൂഢതയും നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത് ഒരു മൃഗത്തിൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് നടക്കുമ്പോഴാണ്. തിരുനെല്ലി വനമേഖല വലിയ ചോലമരങ്ങളും മലഞ്ചെരിവുകളും നിറഞ്ഞതാണ്. പെൺകടുവയുടെ ആ പ്രത്യേക കാൽപ്പാടുകൾ പിന്തുടരുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. പാറക്കെട്ടുകൾക്ക് മുകളിലൂടെയും ഉണങ്ങിയ ഇലകൾക്ക് മുകളിലൂടെയും പോകുമ്പോൾ ആ കാൽപ്പാടുകൾ പൂർണ്ണമായും മാഞ്ഞു പോകും. അത്തരം സമയങ്ങളിൽ കാടിൻ്റെ മറ്റ് അടയാളങ്ങളെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. ചിലയിടത്ത് വള്ളിപ്പടർപ്പുകളിൽ കുടുങ്ങി നിൽക്കുന്ന കടുവയുടെ രോമങ്ങൾ, അല്ലെങ്കിൽ ഒടിഞ്ഞുകിടക്കുന്ന ചെറിയ ചെടികൾ. ഇത്തരം സൂചനകൾ വെച്ചാണ് ഞാൻ മുന്നോട്ട് നടന്നത്. പകൽ വെളിച്ചത്തിൽ നടക്കുന്നത് താരതമ്യേന സുരക്ഷിതമാണെങ്കിലും ഏത് പൊന്തക്കാടിന് പിന്നിൽ നിന്നുമാണ് അവൾ പാഞ്ഞെടുക്കുക എന്നത് പറയാൻ കഴിയില്ല. തോക്കെപ്പോഴും തയ്യാറാക്കി പിടിച്ചാണ് ഞാൻ നടന്നത്. ഉച്ചയായപ്പോഴേക്കും ഞാൻ കാടിൻ്റെ കൂടുതൽ ഉള്ളിലേക്ക് എത്തിച്ചേർന്നു. അവളുടെ കാൽപ്പാടുകൾ നേരെ താഴെയുള്ള ഒരു താഴ്വരയിലേക്കാണ് പോയിരുന്നത്. ആ താഴ്വരയുടെ അടിത്തട്ടിൽ എവിടെയോ വലിയൊരു വെള്ളച്ചാട്ടമുള്ളതുപോലെ വെള്ളത്തിൻ്റെ വലിയ ശബ്ദം കേൾക്കാമായിരുന്നു. മൃഗങ്ങൾക്ക് പരിക്കേൽക്കുകയോ വലിയ മുറിവുകൾ ഉണ്ടാകുകയോ ചെയ്താൽ അവ വെള്ളമുള്ള സ്ഥലങ്ങൾക്കടുത്തേക്ക് പോകുന്നത് സ്വാഭാവികമാണ്. മുറിവിലെ നീറ്റൽ കുറയ്ക്കാനും ചോര വാർന്നു പോകുമ്പോഴുള്ള ദാഹം മാറ്റാനും അവയ്ക്ക് വെള്ളം അത്യാവശ്യമാണ്. ഞാൻ വളരെ സാവധാനം ആ മലഞ്ചെരിവിലൂടെ താഴേക്കിറങ്ങാൻ തുടങ്ങി. ഉണങ്ങിയ ഇലകൾ ചവിട്ടി ശബ്ദമുണ്ടാക്കാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചു. താഴെ എത്തിയപ്പോൾ ഒരു വലിയ കാട്ടരുവി കണ്ടു. മുകളിൽ നിന്നും വെള്ളം വലിയ പാറക്കെട്ടുകൾക്കിടയിലൂടെ താഴേക്ക് വീഴുന്നുണ്ട്. അരുവിയുടെ ഇരുവശവും കനത്ത ഈറ്റക്കാടുകളാണ്. ഇവിടെ വെച്ച് ട്രാക്കിംഗ് കൂടുതൽ ബുദ്ധിമുട്ടായി. കാരണം
നനഞ്ഞ മണ്ണിൽ മറ്റ് പല മൃഗങ്ങളുടെയും കാൽപ്പാടുകളുണ്ടായിരുന്നു. ആനകളും മാനുകളും വെള്ളം കുടിക്കാൻ സ്ഥിരമായി വരുന്ന സ്ഥലമാണിത്. ഞാൻ അരുവിയുടെ കരയിലൂടെ അവളുടെ കാൽപ്പാടുകൾക്കായി സൂക്ഷ്മമായി തിരഞ്ഞു. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ വലിയൊരു പാറക്കെട്ടിന് സമീപമുള്ള നനഞ്ഞ മണ്ണിൽ ഞാൻ ആ പാടുകൾ കണ്ടെത്തി. അതെ, അവളിവിടെ വെള്ളം കുടിക്കാൻ വന്നിട്ടുണ്ട്. എന്നാൽ ആ കാൽപ്പാടുകൾക്കൊപ്പം കണ്ട മറ്റൊരു കാഴ്ച എൻ്റെ സിരകളെ തണുപ്പിച്ചു. വെള്ളം കുടിക്കാൻ നിന്ന അവളുടെ മുൻകാലിലെ മുറിവിൽ നിന്നും ഇറ്റുവീണ ചോരയും പഴുപ്പും കടന്ന ദ്രാവകം അവിടെ പാറയിൽ ഉണങ്ങിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിനടുത്ത് തന്നെ ഈർപ്പമുള്ള മണ്ണിൽ വലിയൊരു അടയാളം കണ്ടു. അവളവിടെ മണ്ണിൽ കിടന്നുരുണ്ടിട്ടുണ്ട്. വേദന സഹിക്കാൻ കഴിയാതെയാകാം അവൾ അങ്ങനെ ചെയ്തത്. പക്ഷേ അവിടെ കിടന്ന നിലപാടിൽ നിന്നും അവൾ വേഗത്തിൽ എഴുന്നേറ്റ് ഓടിയതിൻ്റെ പാടുകൾ വളരെ വ്യക്തമായിരുന്നു. നിലത്തെ മണ്ണ് പുറകോട്ട് തെറിച്ചു കിടപ്പുണ്ടായിരുന്നു. കടുവ എന്തിനാണ് അങ്ങനെ പെട്ടെന്ന് ഓടിയത്? അവളെ ഭയപ്പെടുത്താൻ തക്കവണ്ണം എന്താണ് ഈ കാട്ടിലുള്ളത്? എൻ്റെ സംശയത്തിന് പെട്ടെന്ന് തന്നെ ഉത്തരം ലഭിച്ചു. അവൾ ഓടിയ കാൽപ്പാടുകൾക്ക് തൊട്ടുമുകളിലായി ഭീമാകാരനായ ഒരു ഒറ്റയാൻ ആനയുടെ വലിയ കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ആന വെള്ളം കുടിക്കാൻ വന്നപ്പോൾ അവിടെയുണ്ടായിരുന്ന മുറിവേറ്റ കടുവയെ കണ്ട് അലറിക്കൊണ്ട് പാഞ്ഞെടുത്തതാകാം. ആനയെ ഭയന്ന് അവൾ കാടിൻ്റെ ഏതോ ഒരു വശത്തേക്ക് പ്രാണനും കൊണ്ട് ഓടിമറിഞ്ഞിരിക്കുന്നു. ഇനി അവളെ ട്രാക്ക് ചെയ്യുക എന്നത് എളുപ്പമല്ല. ഭയന്നോടിയ ഒരു കടുവ എങ്ങോട്ടാണ് പോയതെന്ന് കണ്ടെത്തുക അസാധ്യമാണ്. മാത്രമല്ല, ആനയുടെ കാൽപ്പാടുകൾ കാരണം അവളുടെ കാൽപ്പാടുകൾ മണ്ണിൽ നിന്നും പൂർണ്ണമായും മാഞ്ഞുപോയിരുന്നു. ഞാൻ നിരാശയോടെ ആ പാറപ്പുറത്തിരുന്നു. എൻ്റെ ട്രാക്കിംഗ് ഇവിടെ അവസാനിക്കുകയാണോ? അപ്പോഴാണ് കാറ്റിൽ വീണ്ടും ഒരു അപായ സൂചന ഞാൻ കേട്ടത്. ഇത്തവണ അത് കുരങ്ങന്മാരുടേതായിരുന്നില്ല. കാട്ടിലെ ഏറ്റവും ചെറിയ വർഗത്തിൽപ്പെട്ട മ്ലാവുകളുടെ വലിയൊരു ശബ്ദം. 1 കിലോമീറ്ററോളം അകലെ മലയുടെ മറുഭാഗത്തുള്ള വലിയൊരു പുൽമേട്ടിൽ നിന്നാണ് ആ ശബ്ദം വരുന്നത്. സാധാരണയായി കടുവയെ കാണുമ്പോൾ മാത്രമാണ് മ്ലാവുകൾ ഈ ശബ്ദമുണ്ടാക്കുക. അവൾ അവിടെയുണ്ട്. ആനയെ ഭയന്നോടി അവൾ മല കയറി അപ്പുറത്തെ പുൽമേട്ടിലെത്തിയിരിക്കുന്നു. ഞാൻ തോക്കെടുത്ത് വേഗത്തിൽ ആ മലഞ്ചെരുവിലേക്ക് നടക്കാൻ തുടങ്ങി. സമയം വൈകുന്നേരം 3 മണി കഴിഞ്ഞിരുന്നു. ഇരുട്ട് വീഴുന്നതിന് മുൻപ് എനിക്ക് അവൾക്കരികിലെത്തണം. കുത്തനെയുള്ള കയറ്റവും കട്ടിയുള്ള വള്ളിപ്പറപ്പുകളും എൻ്റെ യാത്രയെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. വിയർപ്പിൽ എൻ്റെ വസ്ത്രങ്ങൾ പൂർണ്ണമായും നനഞ്ഞു. ഏതാണ്ട് 1 മണിക്കൂർ നീണ്ട ശ്രമകരമായ യാത്രയ്ക്ക് ശേഷം ഞാൻ മലയുടെ മുകളിൽ എത്തിച്ചേർന്നു. മുൻപിൽ വലിയൊരു പുൽമേട് കിടക്കുന്നു. അതിനപ്പുറം വീണ്ടും വലിയ ചോലവനമാണ്. ആ പുൽമേട്ടിലൂടെയാണ് അവൾ പോയതെങ്കിൽ എനിക്ക് അവളെ ദൂരത്തു നിന്നും കാണാൻ കഴിയും. ഞാനൊരു വലിയ മരത്തിൻ്റെ മറവിൽ നിന്ന് എൻ്റെ ബൈനോക്കുലർ ഉപയോഗിച്ച് ആ പുൽമേട് മുഴുവൻ അരിച്ചു പെറുക്കി. പെട്ടെന്ന് എൻ്റെ കണ്ണുകൾ ഒരിടത്ത് ഉടക്കി നിന്നു. പുൽമേടിൻ്റെ നടുവിലായി വെയിലേറ്റ് കിടക്കുന്ന ഒരു വലിയ പാറയുടെ മുകളിൽ ഒരു കറുത്ത രൂപം. ഞാൻ ബൈനോക്കുലർ ഒന്നുകൂടി ഫോക്കസ് ചെയ്തു. അതെ, അവൾ തന്നെ, ആ മരഭൂജി പെൺകടുവ. ക്ഷീണം കാരണം അവൾ ആ പാറയുടെ മുകളിൽ പതുങ്ങി കിടക്കുകയാണ്. അവളുടെ മുൻകാലുകൾ പാറയിലേക്ക് നീട്ടിവെച്ചിട്ടുണ്ട്. ദൂരം കൂടുതലായതുകൊണ്ട് എൻ്റെ തോക്കുകൊണ്ട് അവിടെ നിന്നും വെടിവെക്കാൻ കഴിയില്ല. കാറ്റിൻ്റെ ദിശ എനിക്ക് അനുകൂലമായിരുന്നു. ഒരില പോലും അനക്കാതെ വലിയൊരു പൂച്ചയെപ്പോലെ ഞാൻ ആ പുൽമേട്ടിലൂടെ അവൾക്ക് നേരെ ഇഴഞ്ഞു നീങ്ങാൻ തുടങ്ങി. ജീവൻ പണയം വെച്ചുള്ള അവസാനത്തെ പോരാട്ടത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഏതാണ്ട് 4 അടിയിലധികം ഉയരമുള്ള സ്വർണ്ണ നിറത്തിലുള്ള ഉണങ്ങിയ പുല്ലുകൾ നിറഞ്ഞതായിരുന്നു ആ പ്രദേശം. ആ പുൽമേട്ടിലൂടെ തോക്കും പിടിച്ച് ഇഴഞ്ഞു നീങ്ങുക എന്നത് ശാരീരികമായി വലിയൊരു പരീക്ഷണമാണ്. ഓരോ ഇഞ്ചും മുന്നോട്ട് നീങ്ങുമ്പോൾ പുൽക്കൊടികൾ മുഖത്തും കൈകളിലും ഉറിഞ്ഞ് ചെറിയ മുറിവുകൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാൾ വലിയ വെല്ലുവിളി ശബ്ദമുണ്ടാക്കാതെ മുന്നോട്ടു പോവുക എന്നതാണ്. ഉണങ്ങിയ പുല്ല് ഒടിയുന്ന ചെറിയൊരു ശബ്ദം മതി പാറപ്പുറത്ത് കിടക്കുന്ന അവളുടെ ശ്രദ്ധ ഇങ്ങോട്ട് തിരിയാൻ. കാറ്റിൻ്റെ ദിശ ഇടയ്ക്കിടെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിലത്തുനിന്നും ഒരു നുള്ളു പൊടിയെടുത്ത് താഴേക്കിടുമ്പോൾ അത് ഏതു ഭാഗത്തേക്കാണ് പറക്കുന്നതെന്ന് നോക്കിയാണ് കാറ്റ് മനസ്സിലാക്കുന്നത്. ഭാഗ്യത്തിന് കാറ്റ് എൻ്റെ മുഖത്തേക്കാണ് വീശിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എൻ്റെ ഗന്ധം ഒരിക്കലും അവളിലേക്ക് എത്തില്ല. ഏതാണ്ട് 20 മിനിറ്റോളം ഇരുന്ന് ഞാൻ ആ പാറയുടെ 50 വാരെടുത്തുള്ള വലിയൊരു ചിതൽപുറ്റിൻ്റെ മറവിലേക്ക് എത്തിച്ചേർത്തു. അവിടെ നിന്നും നോക്കുമ്പോൾ അവളെ വളരെ വ്യക്തമായി കാണാമായിരുന്നു. അവൾ നല്ല ഉറക്കത്തിലാണ്.
ശ്വാസമെടുക്കുമ്പോൾ ആ വയറ് മുകളിലേക്കും താഴേക്കും ചലിക്കുന്നത് എനിക്ക് കാണാം. ഈച്ചകളെ ആട്ടിയകറ്റാൻ അവളുടെ ചെവികൾ ഇടയ്ക്കിടെ അനങ്ങുന്നുണ്ടായിരുന്നു. ചിതൽപുറ്റിൻ്റെ മണ്ണിലേക്ക് തോക്കിൻ്റെ ബാരൽ ചേർത്ത് വെച്ച് ഞാൻ ഉന്നം പിടിക്കാൻ തയ്യാറെടുത്തു. ഡബിൾ ബാരൽ തോക്കിലെ 2 തിരകളും കൃത്യമായി ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തി. അവളുടെ തലയുടെ വശമാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ചെവിക്ക് തൊട്ടു താഴെ കഴുത്തിനോട് ചേർന്നുള്ള ഭാഗത്തേക്ക് വെടിയുതിർത്താൽ അവൾക്ക് വേദന പോലും അറിയാതെ മരണം സംഭവിക്കും. എൻ്റെ വിരലുകൾ കാഞ്ചിയിലേക്ക് പതുക്കെ നീങ്ങി. കൃത്യം ആ നിമിഷത്തിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പുൽമേടിൻ്റെ ഒരറ്റത്തു നിന്നും ഒരു മയിൽ വലിയ ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ട് വായുവിലേക്ക് പറന്നുയർന്നു. അതൊരു സ്വാഭാവികമായ ശബ്ദമായിരുന്നെങ്കിലും ആ നിശബ്ദതയിൽ അതൊരു വലിയ സ്ഫോടനം പോലെയാണ് കാട്ടിൽ മുഴങ്ങിയത്. ഞൊടിയിടയിൽ പാറപ്പുറത്ത് കിടന്നിരുന്ന അവൾ തലയുയർത്തി. ഉറക്കത്തിൽ നിന്നും ഒറ്റയടിക്ക് ഉണർന്ന അവളുടെ മഞ്ഞക്കണ്ണുകൾ നേരെ എൻ്റെ ദിശയിലേക്കാണ് തിരിഞ്ഞത്. മയിൽ പറന്നുയർന്നത് എൻ്റെ പുറകിൽ നിന്നുമായിരുന്നു. ഞാൻ ശില പോലെ നിശ്ചലമായി. തോക്കിലെ വിരൽ അനക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. പുല്ലുകൾക്കിടയിലൂടെ അവൾ എൻ്റെ ചിതൽപുറ്റിന് നേരെ സംശയത്തോടെ നോക്കി നിന്നു. ഇത്രയും ദൂരത്തിൽ നിന്നും മനുഷ്യനെ കൃത്യമായി കാണാൻ അവൾക്ക് കഴിഞ്ഞിട്ടുണ്ടാകില്ല. എന്നാൽ അവിടെ എന്തോ ഒരു മാറ്റമുണ്ടെന്ന് അവളുടെ വന്യമായ ബുദ്ധിക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. അവൾ പാറപ്പുറത്തു നിന്നും പതുക്കെ എഴുന്നേറ്റു. അപ്പോഴാണ് ഇടത്തെ മുൻകാലിലെ ആ വൈകല്യം ഞാൻ നേരിട്ട് കാണുന്നത്. ആ കാല് നിലത്ത് കുത്താതെ 3 കാലുകളിലാണ് അവൾ നിൽക്കുന്നത്. മുൻകാലിലെ പാദം വലിയ രീതിയിൽ നീര് വെച്ച് വീങ്ങിയിട്ടുണ്ട്. മുള്ളൻ പന്നിയുടെ ആ കൂർത്ത മുള്ളുകളുണ്ടാക്കിയ മുറിവ് എത്രത്തോളം വലുതാണെന്ന് ആ നിൽപ്പ് കണ്ടാൽ മനസ്സിലാകും. ആ വേദനയും പട്ടിണിയുമാണ് അവളെക്കൊണ്ട് മനുഷ്യൻ്റെ ചോര കുടിപ്പിച്ചത്. എന്നെ കണ്ടിട്ടില്ലെങ്കിലും അപകടം മണത്ത അവൾ അവിടുന്ന് ഓടിപ്പോകുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൾ തിരിഞ്ഞോടിയില്ല. പകരം എന്നിൽ നിന്നും കണ്ണുകൾ മാറ്റാതെ തന്നെ അവൾ പാറയിൽ നിന്നും താഴെ പുല്ലുകൾക്കിടയിലേക്ക് ഒരൊറ്റ ചാക്ക. പുല്ലുകൾക്കിടയിലേക്ക് ഇറങ്ങിയതോടെ എനിക്ക് അവളെ പൂർണ്ണമായും കാണാതായി. ആ പുൽമേട് വലിയൊരു കടൽ പോലെ കിടക്കുകയാണ്. അതിനുള്ളിൽ അവൾ എവിടെയാണെന്ന് കണ്ടെത്തുക അസാധ്യമാണ്. അവൾ അവിടെ നിന്നും ഓടിമാറുകയാണോ അതോ എന്നെ ലക്ഷ്യമാക്കി വരികയാണോ? ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞു. പുൽമേട് പൂർണ്ണമായും നിശബ്ദമായി. കാറ്റ് പെട്ടെന്ന് നിന്നുപോയി. അപ്പോഴാണ് എൻ്റെ വലതുവശത്തുള്ള പുല്ലുകൾ നേരിയ രീതിയിൽ വകഞ്ഞു മാറുന്നത് ഞാൻ കണ്ടത്. ഒട്ടും ശബ്ദമില്ലാതെ എന്നാൽ കൃത്യമായ ലക്ഷ്യത്തോടെ പുല്ലുകൾ അനങ്ങുന്നു. അവൾ എന്നെ വളയുകയാണ്. നേരെ വന്ന് ആക്രമിക്കുന്നതിന് പകരം എൻ്റെ വലതുവശത്തുകൂടി പതുങ്ങി വന്ന് പുറകിൽ നിന്നും ആക്രമിക്കാനാണ് അവളുടെ ശ്രമം. എൻ്റെ ഒളിയിടം അവൾ കൃത്യമായി കണ്ടുപിടിച്ചിരിക്കുന്നു. ട്രാക്ക് ചെയ്യാൻ വന്ന വേട്ടക്കാരൻ ഇവിടെ ഇരയായി മാറിയിരിക്കുകയാണ്. ഞാനിരിക്കുന്ന ചിതൽപുറ്റിന് ചുറ്റും മറ്റു മരങ്ങളോ പാറകളോ ഇല്ല. തുറസായ പുൽമേടിൻ്റെ നടുവിലാണ് ഞാൻ. തോക്ക് വലതുവശത്തേക്ക് തിരിച്ചു പിടിച്ച് മുട്ടുകുത്തിയിരുന്നു. പുല്ലുകൾ അനങ്ങുന്ന ആ പാത എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 30 വാര, 20 വാര. പെട്ടെന്ന് ആ പുല്ലുകളുടെ അനക്കം നിന്നു. അവൾ അവിടെ നിൽക്കുകയാണ്. ഈ പുല്ലുകൾക്കപ്പുറം വെറും 60 അടി ദൂരത്തിൽ അവൾ പതുങ്ങിയിരിപ്പുണ്ട്. എന്നെ ഒന്ന് കാണാൻ വേണ്ടി അവൾ തലയുയർത്തുന്ന ആ നിമിഷം ലക്ഷ്യം വെച്ച് ഞാൻ കാഞ്ചിയിൽ വിരലമർത്തി കാത്തിരുന്നു. സൂര്യൻ മലനിരകൾക്ക് താഴേക്കിറങ്ങി തുടങ്ങിയിരുന്നു. ആ പുൽമേട്ടിൽ വെളിച്ചം കുറഞ്ഞു വരികയാണ്. ഇരുട്ട് വീണാൽ അവളുടെ കാഴ്ചശക്തി കൂടും. എനിക്കാണെങ്കിൽ ഒന്നും കാണാനും കഴിയില്ല. അതിനു മുൻപേ ഈ നിഴലുദ്ധം അവസാനിച്ചേ മതിയാകൂ. സൂര്യൻ പൂർണ്ണമായും അസ്തമിക്കാൻ ഇനി മിനിറ്റുകൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. പുൽമേട്ടിൽ വെളിച്ചം മങ്ങിത്തുടങ്ങി. 20 വാര അകലെ ആ പുല്ലുകൾക്കിടയിൽ അവൾ അനങ്ങാതെ നിൽക്കുകയാണ്. കാടിൻ്റെ വല്ലാത്തൊരു നിശബ്ദത ആ സമയത്ത് അവിടെ തളം കെട്ടി നിന്നു. കാറ്റ് പൂർണ്ണമായും അടങ്ങിയിരുന്നു. എൻ്റെ ശ്വാസോച്ഛ്വാസത്തിലെ ശബ്ദം പോലും എനിക്ക് വലിയൊരു ഇടിമുഴക്കം പോലെയാണ് തോന്നിയത്. ഒരു വേട്ടക്കാരനും ഇരയും തമ്മിലുള്ള മാനസികമായ പോരാട്ടത്തിൻ്റെ അവസാന നിമിഷങ്ങളാണത്. ആരാണോ ആദ്യം ക്ഷമ നശിച്ച് അനങ്ങുന്നത് അവർ പരാജയപ്പെടും. ചിതൽപുറ്റിന് മറവിൽ തോക്കും ചൂണ്ടി എത്ര നേരം വേണമെങ്കിലും ഇരിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. പെട്ടെന്ന് എനിക്ക് മുൻപിലുള്ള ആ സ്വർണ്ണ പുല്ലുകൾ പതുക്കെ ഇരുവശത്തേക്കും വകഞ്ഞു മാറുന്നതുപോലെ എനിക്ക് തോന്നി. യാതൊരു ശബ്ദവുമില്ലാതെ പുൽക്കൊടികൾക്കിടയിലൂടെ അവളുടെ തല പുറത്തേക്ക് വന്നു. കറുപ്പും മഞ്ഞയും കലർന്ന ആ മുഖം ഞാൻ ആദ്യമായി വ്യക്തമായി കാണുകയാണ്.
അവൾ നിലത്തോട് ചേർന്ന് പതുങ്ങിയിരിക്കുകയായിരുന്നു. അവളുടെ നോട്ടം കൃത്യമായി ഞാനിരിക്കുന്ന ചിതൽപുറ്റിന് നേരെയായിരുന്നു. മനുഷ്യന്റെ തലയോ തോക്കിന്റെ കുഴലോ പുറത്തേക്ക് വരുന്നത് കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഒരു സെക്കൻഡ് പോലും വൈകാൻ പാടില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അവൾ എന്നെ കണ്ടാൽ അടുത്ത നിമിഷം പുല്ലുകൾക്കിടയിലൂടെ എൻ്റെ കഴുത്തിന് നേരെ അവൾ കുതിച്ചു ചാടും. എൻ്റെ തോക്കിൻ്റെ ഉന്നം അവളുടെ കണ്ണുകൾക്കിടയിലുള്ള നെറ്റിത്തറത്തിലേക്ക് ഞാൻ കൃത്യമായി ഉറപ്പിച്ചു. യാതൊരു പതർച്ചയുമില്ലാതെ എൻ്റെ വലതു കൈവിരൽ കാഞ്ചി പിന്നിലേക്ക് വലിച്ചു. മലഞ്ചെരിവുകളെ നടുക്കിക്കൊണ്ട് ആ ഒറ്റ വെടിയൊച്ച പുൽമേട്ടിൽ മുഴങ്ങി. വെടിമരുന്നിൻ്റെ പുക ചിതൽപുറ്റിന് ചുറ്റും പരന്നു. സാധാരണയായി വെടിയേറ്റാൽ മൃഗങ്ങൾ അലറിക്കൊണ്ട് മുകളിലേക്ക് കുതിക്കുകയോ അല്ലെങ്കിൽ പ്രാണവിപ്രാണത്തിൽ പിടയുകയോ ചെയ്യും. എന്നാൽ ഇവിടെ അതുണ്ടായില്ല. വെടിയൊച്ച നിലച്ചതിന് ശേഷം അവിടെ യാതൊരു ശബ്ദവും കേൾക്കാനുണ്ടായിരുന്നില്ല. അവൾ നിന്നിരുന്ന പുല്ലുകൾക്കിടയിൽ ഒരനക്കം പോലുമില്ല. ഞാൻ തോക്കിൽ രണ്ടാമത്തെ തിര കൂടി തയ്യാറാക്കി വെച്ച് 5 മിനിറ്റോളം അവിടെ തന്നെ ഇരുന്നു. കടുവകൾ ചിലപ്പോൾ വെടിയേറ്റാലും മരിച്ചതുപോലെ കിടക്കും. അടുത്തു ചെല്ലുമ്പോൾ അവ അവസാനത്തെ ശക്തിയുമെടുത്ത് ആക്രമിക്കും. സമയം കടന്നുപോയെങ്കിലും മുൻപിൽ യാതൊരു അനക്കവുമില്ല. ഞാൻ വളരെ ജാഗ്രതയോടെ ചിതൽപുറ്റിൻ്റെ മറവിൽ നിന്നും എഴുന്നേറ്റ് തോക്ക് മുന്നോട്ട് ചൂണ്ടി പതുക്കെ ആ പുല്ലുകൾക്കിടയിലേക്ക് നടന്നു. അവിടെ ആ പുൽമേട്ടിലെ മണ്ണിൽ അവർ കിടപ്പുണ്ടായിരുന്നു. എൻ്റെ വെടിയുണ്ട കൃത്യമായി അവരുടെ നെറ്റി തുളച്ച് തലച്ചോറിലേക്ക് കയറിയിരുന്നു. വേദന അറിയുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിച്ചിരുന്നു. അവൾ പൂർണ്ണമായും ജീവനെത്തി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ തോക്ക് താഴെ വെച്ച് ആ ശരീരത്തിനടുത്തേക്ക് മുട്ടുകുത്തിയിരുന്നു. തിരുനെല്ലി വനമേഖലയെ വിറപ്പിച്ച കൊടും നരഭോജിയാണ് എൻ്റെ മുൻപിൽ കിടക്കുന്നത്. എന്നാൽ അവരെ സൂക്ഷ്മമായി നോക്കിയപ്പോൾ എനിക്ക് യാതൊരു വിജയശ്രീലാളിതത്വവും തോന്നിയില്ല. പകരം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വലിയൊരു സങ്കടമാണ് എൻ്റെ ഉള്ളിൽ നിറഞ്ഞത്. അവളുടെ ശരീരം വല്ലാതെ മെലിഞ്ഞുട്ടിയിരുന്നു. വാരിയെല്ലുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു. ആഴ്ചകളായി അവർ ശരിക്കും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകില്ല. ഞാൻ അവരുടെ ഇടത്തെ മുൻകാൽ പതുക്കെ ഉയർത്തി നോക്കി. ഹൃദയം തകർന്നു പോകുന്ന കാഴ്ചയായിരുന്നു അത്. മുള്ളൻ പന്നിയുടെ 3-4 കൂർത്ത മുള്ളുകൾ ആ പാദത്തിൻ്റെ മാംസത്തിലേക്ക് ആഴത്തിൽ തറഞ്ഞു കയറി ഒടിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അതിനു ചുറ്റും വലിയ രീതിയിൽ പഴുപ്പ് നിറഞ്ഞ് വ്രണമായി മാറിയിരുന്നു. സൂര്യൻ പൂർണ്ണമായും അസ്തമിച്ചു. കാട്ടിൽ വീണ്ടും ഇരുട്ട് പരക്കാൻ തുടങ്ങി. ആ പുൽമേട്ടിൽ നിന്നും തിരികെ ഗ്രാമത്തിലേക്ക് നടക്കുമ്പോൾ ഞാൻ പലവട്ടം തിരിഞ്ഞു നോക്കി. ആ പെൺകടുവൻ കടുവയുടെ വിയോഗം കാട് തികഞ്ഞ നിശബ്ദതയോടെ ഏറ്റുവാങ്ങിക്കഴിഞ്ഞിരുന്നു. പ്രകൃതിയിൽ മനുഷ്യന് അഹങ്കരിക്കാനൊന്നുമില്ലെന്നും നമ്മൾ കേവലം ചില നിമിത്തങ്ങൾ മാത്രമാണെന്നും കാട് എന്നെ വീണ്ടും ഓർമ്മിപ്പിച്ചു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കല്ലാറിലെ കാൽപ്പാടുകൾ പിന്തുടർന്ന് നമ്മൾ നടത്തിയ ഈ യാത്ര ഇവിടെ പൂർണ്ണമാകുകയാണ്. ഒരു മൃഗത്തെ വേട്ടയാടുക എന്നത് വെറുമൊരു വിനോദമല്ലെന്നും അത് പ്രകൃതിയുടെ വലിയൊരു ദുരന്തമാണെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക. കാടിൻ്റെ മറ്റൊരു നിഗൂഢതയുമായോ അല്ലെങ്കിൽ തികച്ചും പുതിയൊരു വിഷയവുമായോ SVTVയിലൂടെ ഞാൻ വീണ്ടും എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.